ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഈ ഞായറാഴ്ച പ്രത്യേകമായി വിചിന്തനം ചെയ്യുന്നത്. യേശുവും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ പ്രത്യേകം ഓർക്കുക. ഈശോ ഏറ്റവും നല്ലൊരു കൗൺസിലറായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു സുവിശേഷ ഭാഗം പലരും ഉപയോഗിക്കാറുണ്ട്. സമറിയാക്കാരിയെ ശരിക്കും മനസ്സിലാക്കുന്നു, അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നു, അവളെ കുറേ കൂടി ഉയർന്ന തലത്തിലേക്ക്, ജീവിതത്തിലെ കൂടുതൽ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ യേശു ആ സമറിയാക്കാരിയെ അവളുടെ ജീവിതത്തിലെ പ്രത്യേകമായി കൈപിടിച്ച് നടത്തുന്നു, വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം പ്രത്യേകിച്ച് BC 722 അസീറിയക്കാർ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് ജനങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയി. പിന്നീട് അവിടെ അധിവസിപ്പിച്ചത് അസീറിയക്കാർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിമകളാക്കിയിട്ടുള്ളവരെ പലരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പം അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിലെ വിജാതീയ ദേവന്മാരുടെ സങ്കല്പങ്ങളും രൂപങ്ങളുമൊക്കെ ഇവിടേക്ക് കടന്നു വന്നു. ഇവിടെയുണ്ടായിരുന്ന സമറിയ ഭാഗത്തുണ്ടായിരുന്ന യഹൂദന്മാരുമായി അവർ ബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ ഒരു സങ്കരവർഗം തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ സമറിയക്കാർ രൂപം കൊള്ളുകയുമാണ്. 539 ബാബിലോൺ അടിമത്തത്തിനൊക്കെ ശേഷം തിരിച്ചു വരുന്ന ജനങ്ങൾ, യഹൂദന്മാർ, ഇവരുമായിട്ട് പിന്നെ കൂടിച്ചേർന്ന് പോകാൻ തയ്യാറായില്ല. യഹൂദന്മാരും സമറിയാക്കാരും തമ്മിൽ അന്നു മുതൽ വലിയ ശത്രുതയാണ്, പരസ്പരം വെറുക്കുന്നു, അവജ്ഞയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. സമറിയാക്കാർ മൗണ്ട് ഗരീസിം മലകളിലാണ് അവരുടെ ദേവാലയം പണിതത്. നിയമാവർത്തന പുസ്തകം 27 മുതൽ 28-ാം അധ്യായം 68 വരെയുള്ള വാക്യങ്ങളുടെ ചൂടുപിടിച്ച് ഇന്ന് വെസ്റ്റ് ബാങ്കിലെ നാബ്ലൂസ് പട്ടണത്തിനോടടുത്തുള്ള ഈ ഗരീസിം മലമുകളിൽ ആണ് അവരുടെ ദേവാലയം പണിതതും ദൈവം അവിടെയാണ് വസിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നതും. ഇന്നും സമറിയാക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലം ഈ ഗരീസിം മലകൾ തന്നെയാണ്. ഇന്നത്തെ വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രായേലിലെ വെസ്റ്റ് ബാങ്കിലെ ഗരീസിം മലനിരകൾ. പ്രത്യേകമായിട്ട് ഈ സ്ത്രീ അവൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പിതാവ് യാക്കോബാണ്. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള സിക്കാർ എന്ന പട്ടണത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. യഹൂദ റബ്ബി ഒരിക്കലും ഒരു സ്ത്രീയോട് പരസ്യമായി സംസാരിക്കാറില്ല. പ്രത്യേകിച്ച് വിജാതീയ സ്ത്രീകളിൽ നിന്നൊരിക്കലും വെള്ളം വാങ്ങി കുടിക്കുക ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ ഇവളോട് തൻ്റെ ദാഹം ശമിപ്പിക്കാനായിട്ട് കുടിവെള്ളം ചോദിക്കുന്നത്. പക്ഷെ അവൾ വ്യക്തമായിട്ടൊരു നെഗറ്റീവ് ആൻസറാണ് കൊടുക്കുന്നത്. അവൾ പറയുന്നു, നീ ഒരു യഹൂദനാണ്, സമറിയാക്കാരും യഹൂദനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളുടെ നീരസം ഈശോ ശ്രദ്ധിക്കുന്നേയില്ല. വാദം ജയിച്ച് നേടാനൊന്നുമല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ആ സ്ത്രീയെ, അവളുടെ ആത്മാവിനെ, അവളുടെ ജീവിതത്തെ നേടാനാണ്, അവൾ പ്രത്യേകമായിട്ട് ഉയർത്താനാണ്. കർത്താവ് നമുക്ക് നല്ലൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ വാദം ജയിക്കാൻ, മറ്റുള്ളവരുടെ മേൽ നമ്മളുടെ വാദഗതി ജയിപ്പിക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ആ വ്യക്തിയെ നേടാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മുടെ വാദഗതികൾ, നമ്മുടെ വാദമുഖങ്ങൾ നിരത്തി മറ്റുള്ളവരെ അടിച്ചിരുത്താനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ നമുക്ക് നേടേണ്ടത് ആ വ്യക്തിയെയാണ്.
ഒരുപക്ഷെ നമ്മൾ താഴ്ന്നാലും നമുക്ക് ആ വ്യക്തിയെ യേശുവിന് വേണ്ടി നേടാൻ സാധിക്കണം. ഇന്ന് പലപ്പോഴും സമൂഹത്തെ അസ്വസ്ഥതയുണ്ടാകുന്നത് ഈ വാദമുഖങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പല ഗ്രൂപ്പുകളായി പരിശ്രമിക്കുമ്പോഴാണ്. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, യേശുവിൻ്റെ വഴിയിൽ കൂടി പോകുകയാണ് ഏറ്റവും പ്രധാനം എന്നെല്ലാവരും ഓർക്കുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ഈ സ്ത്രീ നടത്തുന്ന എക്സ്ക്യൂസുകളുടെ നിരയാണ്. ഈശോ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരാൻ അവൾ പല പല ഉപായങ്ങൾ വരാതിരിക്കാൻ പല പല ഉപായങ്ങളാണ് അവൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, അവൾ പറയുന്നു, ഈ കിണർ വലിയ ആഴമുള്ളതാണ്, നിനക്ക് സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് കോരാനൊന്നും പറ്റുകയില്ല. അവൾ പറയുന്നു മറ്റൊരു കാര്യം, ഞങ്ങളുടെ പിതാവ് യാക്കോബാണ്. യഹൂദന്മാരെ ഞങ്ങളങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് പിതാവായിട്ട് യാക്കോബുണ്ട്, ഞങ്ങളും പാരമ്പര്യത്തിൽ മുൻപിൽ നിൽക്കുന്നവർ തന്നെയാണ്. വീണ്ടും അവൾ മറ്റൊരു കാരണം, ഈശോ വീണ്ടും ഈ ജീവജലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നു എനിക്ക് ഭർത്താവില്ല. ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോൾ അവൾക്ക് ഭർത്താവില്ല എന്ന് അവൾ പറയുന്നു. ജീവിതത്തിൽ പല പല കാരണങ്ങൾ പറഞ്ഞ് അവൾ യേശുവിനെ ഒഴിവാക്കാൻ പരിശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് അവളുടെ ജീവിതത്തിലേക്ക്, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈശോ ചെല്ലാൻ അവൾക്ക് ഇഷ്ടമില്ല, ഭയപ്പാടാണ്. ഇതാണ് അവളുടെ ജീവിതത്തിലെ ആകത്തുകയായിട്ട് നമ്മൾ കാണുക. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് എളുപ്പമാണ്. യേശുവിൻ്റെ മുൻപിൽ നമുക്കറിയാം, എല്ലാം കാണുന്ന കർത്താവിന് മുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഈ മറ്റുള്ളവരിലേക്കുള്ള കുറ്റം ചാരൽ ഇതൊക്കെ മാറ്റിവെക്കാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ട് കടന്നു വരാനും നമുക്ക് സാധിക്കേണ്ടതാണ്. മൂന്നാമതൊരു ചിന്ത കൂടി നമ്മൾ ഇവിടെ കാണുന്നു. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഈ മലയിലോ ഗരീസിം മലയിലോ ജെറൂസലേമിലോ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. സ്ത്രീ, സമറിയാക്കാരി സ്ത്രീ അവിടെ ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലാണ്. തുറവിയില്ലാത്ത ജീവിതം ആരാധനയിലേക്ക് അടുക്കുന്നില്ല. തെറ്റേറ്റു പറയാത്ത ആരാധന വാസ്തവമല്ല. അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ട് ജീവിതത്തിലൊരു മാനസാന്തരം വന്നാലേ നിൻ്റെ ആരാധനയും ദൈവത്തെ പറ്റിയിട്ടുള്ള ഓർമ്മയും ഒക്കെ അർത്ഥമുണ്ടാകൂ എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അവസാനം അവൾ പറയുന്നു, മിശിഹായെ കാത്തിരിക്കുകയാണ് സമറിയക്കാരൊക്കെ. അപ്പോൾ ഈശോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്, നീ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന, നീ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്ന, നിൻ്റെ ജീവിതത്തിൽ അർത്ഥം നൽകാൻ സാധിക്കുന്നത് മിശിഹായ്ക്ക് മാത്രം. ആ മിശിഹായാണ് ഞാൻ. അവിടെ ഒരു പക്ഷേ നമ്മൾ കാണാത്തൊരു വാചകമുണ്ട്. അവൾ അവസാനം ഈശോയെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹായായി സ്വീകരിക്കുന്നു എന്നുള്ളൊരു വാചകം ഒരു പക്ഷേ വരികൾക്കിടയിൽ നമ്മൾ വായിക്കണം. കാരണം അവൾ കുടം അവിടെ വെച്ചിട്ട് വലിയ പ്രേക്ഷിതയായി മാറി എന്ന് നമ്മൾ പറയുമ്പോൾ യേശു പറഞ്ഞ് ആ രക്ഷകനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മിശിഹായെ പറ്റിയുള്ള വാഗ്ദാനം അവൾ പൂർണ്ണമായും സ്വീകരിച്ചു. ജീവിതത്തിലെ ആരാധന എന്താണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ജീവജലം യേശുവിനെ തരാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞു. അവൾ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണ്. ഈ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടാതെ ആത്മാർത്ഥമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വരാൻ, സത്യത്തിലും ആത്മാവിലും ജീവിതത്തിൽ തുറവിയോടെ ദൈവത്തെ ആരാധിക്കാൻ, യേശുവിനെ മിശിഹായെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.